ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു ദിവസം എത്രയോ ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ അവരെ വിലയിരുത്താറുണ്ട്. നമ്മൾ അവരെക്കുറിച്ച് നമുക്ക് തീരെ അറിയത്തില്ലായിരിക്കും. അവരാരാണ്, എന്താണ് എന്നൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷേ നമ്മൾ ആ ആളിനെ കാണുമ്പോൾ തന്നെ അവരെ വിലയിരുത്തി നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട്. അവൾ അഹങ്കാരിയാണ്, അവൾക്ക് നമ്മളോട് മിണ്ടാൻ താല്പര്യമില്ല, അഹങ്കാരിയാണ്. ഇതൊക്കെയാണ് നമ്മൾ അവരെക്കുറിച്ച് വിലയിരുത്താറല്ലേ? പക്ഷെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ആളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന്? ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി വെച്ചോളൂ. ഞാനിടുന്ന ഇതുപോലെയുള്ള നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന വീഡിയോസുകൾ നിങ്ങളിലേക്ക് വേഗം എത്തുന്നതായിരിക്കും. ഒന്നാമത്തെ പോയിന്റ്, കാണുന്നതല്ല യാഥാർത്ഥ്യം. സുഹൃത്തുക്കളെ, ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് ഉള്ളത്. നമ്മൾ ഒരാളുടെ പുറമേയുള്ള പെരുമാറ്റം മാത്രമേ കാണുന്നുള്ളൂ. ഒരുപക്ഷെ ഇന്ന് ഓഫീസിൽ വെച്ചോ വഴിയിൽ വെച്ചോ നിങ്ങളോട് ഒരാൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മുഖം കറുപ്പിച്ച് കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ വിചാരിക്കും അയാൾ എന്തൊരു മര്യാദ കെട്ട മനുഷ്യനായിരിക്കുമെന്ന്. ചിലപ്പോൾ അയാളുടെ വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധികളെ ഓർത്ത് ബുദ്ധിമുട്ടുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും രോഗങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. ആളുകളുടെ ഉള്ളിലെ കൊടുങ്കാറ്റുകൾ നമ്മൾക്ക് പുറമേ കാണുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവരുടെ ഒരു നിമിഷത്തെ പെരുമാറ്റം കൊണ്ട് അവർ ഒരു മോശക്കാരനായ ആളാണ് എന്ന് നമ്മൾ വിലയിരുത്താൻ. ചിലപ്പോൾ അയാളുടെ വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധികളെ ഓർത്ത് ബുദ്ധിമുട്ടുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും രോഗങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. ആളുകളുടെ ഉള്ളിലെ കൊടുങ്കാറ്റുകൾ നമ്മൾക്ക് പുറമേ കാണുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവരുടെ ഒരു നിമിഷത്തെ പെരുമാറ്റം കൊണ്ട് അവർ ഒരു മോശക്കാരനായ ആളാണ് എന്ന് നമ്മൾ വിലയിരുത്താൻ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയും വ്യാജ സന്തോഷങ്ങളും. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ നോക്കി മറ്റുള്ളവരെ നമ്മൾ വിധിക്കുന്നത് വളരെ കൂടുതലാണ്. അവരുടെ സ്വഭാവം കൊള്ളത്തില്ല, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ നോക്കി നമ്മൾ അവരെ വിലയിരുത്തി സംസാരിക്കാറുണ്ട്. ഒരാൾ എപ്പോഴും ചിരിക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകുന്നു എന്ന് വിചാരിച്ചിട്ട് അയാളുടെ ഉള്ളിൽ സങ്കടങ്ങൾ ഇല്ലാതെയില്ല. നമ്മൾ വിചാരിക്കും അയാൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, അയാൾക്കൊരു സങ്കടവുമില്ല, അല്ലെങ്കിൽ അവർ എപ്പോഴും യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെ നല്ല ഡ്രസ്സുകൾ ഇടുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടെന്ന് പറയുമ്പം നമുക്ക് പെട്ടെന്ന് തോന്നുന്നു, അവളെന്ത് ആളായിട്ടാണ് നടക്കുന്നത്, അവൾക്കൊരു പ്രശ്നമില്ല, അവൾക്കൊരു ദുഃഖവുമില്ല. ഇതൊക്കെയാണ് നമ്മൾ വിധിക്കുന്നത്. പലരും അവരുടെ സങ്കടങ്ങൾ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് എപ്പോഴും ചിരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പല ദുഃഖങ്ങളും അവരുടെ ഉള്ളിൽ കാണും. ആ ഉള്ളിൽ ആ ദുഃഖങ്ങൾ ഉള്ളപ്പോഴും അവർ ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സങ്കടങ്ങൾ മറ്റുള്ളവർ അറിയരുത് എന്ന് വിചാരിച്ച് മാത്രമാണ്. മറ്റൊരു സൈഡിൽ സമാധാനപ്രിയരായ ആളുകൾ മാറി നിൽക്കാറുണ്ട്, ആരോട് സംസാരിക്കാതെ. ഇതിനെ പലരും അഹങ്കാരമാണെന്ന് പറയാറുണ്ട്. ചിലപ്പോൾ അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് തനിച്ചിരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. ഓരോരുത്തരുടെയും മാനസികാവസ്ഥ വളർത്തുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിവേകത്തോടെയുള്ള പെരുമാറ്റമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക. ഒരാളുടെ പെട്ടെന്നുള്ള പെരുമാറ്റം കൊണ്ട് അവരോട് ദേഷ്യപ്പെടുകയോ അവരോട് അനാവശ്യ വാക്കുകൾ സംസാരിക്കാതിരിക്കുകയോ ചെയ്യാതിരിക്കുക.
നമുക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ അവരോട് സ്നേഹത്തോടെ ചോദിച്ച് മനസ്സിലാക്കുക. അവർക്ക് എന്താണ് പ്രശ്നം, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, ഇതൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ചോദ്യം അവരുടെ മനസ്സിൻ്റെ വലിയ ഒരു ഭാരം തന്നെ അപ്പോൾ കുറയ്ക്കുമായിരിക്കും. സഹതാപത്തിന് പകരം സഹാനുഭൂതി ഉള്ളവരായിരിക്കാം. ആ ഒരു സ്ഥാനത്ത് നമ്മളായിട്ട് ആ ആളിനെ ചിന്തിക്കുക. ആ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മളുടെയൊക്കെ ജീവിതം വളരെ ചെറുതാണല്ലേ. ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ മറ്റുള്ളവരെ വിധിച്ച് നമ്മളുടെ സമയം കളയാതെ ഇരിക്കുക. അങ്ങനെ സമയം കളയുന്നതിനേക്കാൾ നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ ഇടപെടാൻ ശ്രമിക്കുക. അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കാതെ അവരെ മോശം പറയാതിരിക്കുക. എല്ലാവരെയും സ്നേഹിക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇതുപോലെയുള്ള അനുഭവങ്ങളും നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുമല്ലോ. നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.